ഇന്നലെ രാത്രി ചുമച്ചിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുക. ശിവൻ്റെ അമ്പലത്തിലേക്ക് എണീച്ച് കുളിച്ച് അവിടെ ഒന്ന് അടിച്ചു ഒരു വിളക്ക് വെച്ചു വീട്ടിൽ. ശിവക്ഷേത്രത്തിലേക്ക് പോകണേ ചായ കുടിക്കാൻ പറ്റുമോ? ചായ കുടിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്ക് കുളിച്ച് കാലത്ത് എണീറ്റിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കണം. ചായ കുടിക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വീഡിയോ ഇടുമ്പോൾ പറയണം കേട്ടോ, ചായ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് പറയണേ. ഞാൻ ഇടാം കേട്ടോ. നടക്കുന്നതും ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വരുന്നതൊക്കെ ഞാൻ ഇടാവേ. അമ്പലത്തിലേക്ക് ഇറങ്ങണം കേട്ടാ. ഞാൻ വീഡിയോ മുഴുവനായിട്ട് ഇടാം അമ്പലത്തിൽ ചെന്നിട്ട് കേട്ടാ. ഇതാ ഇറങ്ങണം. സെറ്റും ഉണ്ടാണ്, കഴുത്തിലിടാൻ മാലയില്ല, അപ്പോൾ ഇതിട്ടിരിക്കുക സാരില്ല കേട്ടാ. നമ്മളിത് അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കണു. ഇതാ മരുമകൾ വന്നിട്ടുണ്ട്. ഇതാ ചക്കന്മാർ രണ്ടാം കൂടി വർത്താനം പറഞ്ഞിട്ട് വരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഈ ഭാഗമൊക്കെ പണ്ട് ഈ വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഓർമ്മയിലും ഈ വീടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ സ്ഥലം ഇതൊക്കെ പാടമായിരുന്നു. ആരും അങ്ങനെ ഇങ്ങോട്ട് ധൈര്യം ഉറച്ചിട്ട് വരാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. പിന്നെ എന്തുട്ടാണ് ഇതവിടെ ഒരു തോടുണ്ട്, കനാൽ പോലത്തെ. അതിലൊരു ഒരാളിനെ കൊന്ന് കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ പേടിച്ചിട്ട് വരില്ല. ഇപ്പോൾ മൊത്തം അവിടെയൊക്കെ വീടുകളായി. കൃഷികളാണ്, കൃഷികൾ. ആ ഒരു കൂടാരം, ഒരു സ്ഥലം, ഒരു എന്താണ് അവിടുത്തെ പേര്? ആ പ്രിയയുടെ അതാ ഭാഗം നായരുകുന്ന്. അത് നായരുകുന്ന്. അങ്ങോട്ട് നോക്കിയാൽ ഉറവംകുളം എന്ന് പറയുന്നത് ബ്രാഹ്മൺസിൻ്റെ ശ്മശാനമാണ് അവിടെ, ഉറവംകുളം. ഇത് തിരുവറ പാടങ്ങൾ ഉണ്ട്. ഇതാ ഇത് കല്യാണ മണ്ഡപമാട്ടാ. ഉണ്ട്, ഇത് മണ്ഡപമാണ്. ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ രണ്ടാങ്ങളമാരിൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞത്. ഇത് അമ്പലത്തിൻ്റെ അടുത്തെത്തി നമ്മൾ. അമ്പലത്തിൻ്റെ ഉമ്മറം ശരിക്കും അപ്പുറത്താണ്. ഇതിലും കയറി പോവാം. ഇതിലും പോവാ. കണ്ട ശിവക്ഷേത്രം. ഇതാണ് ശിവക്ഷേത്രത്തിലത്തെ ഒരു കുളം. തീർത്ഥക്കുളം അപ്പുറത്തുണ്ട്. ഇത് കുളിക്കും. ഞാനൊക്കെ ഇതിൽ ഒരുപാട് കുളിച്ച കുളമാണ്. ഇതിൽ നോക്കി ഇത് എങ്ങനെ ഇത്ര ഇങ്ങനെ വറ്റിപ്പോയിന്ന് ഒരു പിടുത്തവും ഇല്ല. കണ്ട ഒരു തുള്ളി വെള്ളമില്ല. കണ്ട പറയണ കേട്ടു ആൾക്കാരൊക്കെ ഇതിൽ ആരൊക്കെ വന്നിട്ട് ഇറങ്ങാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയതാന്നൊക്കെ പറയണു. നമുക്ക് അറിയില്ല കേട്ടാ എങ്ങനെയാന്ന്. ഇത് ഗുരുവായൂരപ്പൻ, ഇത് അയ്യപ്പൻ. ഇവിടുത്തെ കുളത്തു നിന്നാണ് ആദ്യം എടുത്തത്. ഇപ്പോൾ കുളത്തിൻ്റെ ഉള്ളിലൊരു കിണറൊക്കെ കെട്ടിയുണ്ട. നല്ല അടിപൊളിയല്ലേ സ്ഥലം. ഇതാണ് നമ്മുടെ ഭഗവാൻ ശിവൻ. കണ്ട, ഇതാണ് ശിവൻ്റെ. പിന്നെ ഇവരിനെ ഉള്ളിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നാഗത്താൻ പറഞ്ഞൊക്കെ തൊട്ടി ഒരു ക്യാഷ്. ആൾക്കാരൊക്കെ വരും ഇവിടെ. ഒരു 20 കോടിയുടെ എടുത്തിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ റിസൾട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ 20 കോടിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ അതിലൊരു വീതം കൊടുത്തിരിക്കും. ഇത് ഞാൻ പോയി തൊഴുതിയിട്ട് വരുന്ന പരമശിവനുമാണ് സത്യം.